തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസങ്ങളൊന്നിൽ ഭരണങ്ങാനത്ത് പോകാനിടയായി. വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ ഒരല്പസമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ചിതറിയ പൂക്കൾക്കിടയിലൂടെ ഈ പുണ്യവതി മരിച്ച വർഷം ഞാൻ ഒന്നുകൂടെ പരതി നോക്കി. 1946. 1910 ജനിച്ച് 1946 മരണമടഞ്ഞ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്ക് ആ ദിവസവും അതൊരു തിങ്കളാഴ്ചയായിരുന്നിട്ട് കൂടെ ഒരുപാട് മനുഷ്യർ വരുന്നുണ്ടായിരുന്നു. അറിയാതെ ഞാനിങ്ങനെ ചിന്തിച്ചു, കേരളത്തിൽ 1946 മരണമടഞ്ഞ ഏതെങ്കിലും വ്യക്തിയുടെ കബറിടത്തിലേക്ക് ആരെങ്കിലുമൊക്കെ കടന്നു ചെല്ലുന്നുണ്ടാകുമോ? തീർച്ചയായും നമുക്കറിയാം, 1946 മരണപ്പെട്ട ഒരാളുടെ കല്ലറ വിസ്മൃതിയിൽ ആണ്ടുപോയി കാണും. എന്നാൽ മരണമടഞ്ഞ സമയത്ത് ശവമഞ്ചം ചുമക്കാൻ പോലും ആരോരുമില്ലാത്തതുകൊണ്ട് കന്യാസ്ത്രീകൾ തന്നെ ചുമന്ന് ആരോരും അറിയാതെ കബറടക്കപ്പെട്ട ഒരു പാവം സന്യാസിനിയുടെ കബറിടത്തിലേക്ക് ഇന്ന് ലോകം ഒഴുകുകയാണ്. ഒരർത്ഥത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അടക്കം അനേകർ ആ കബറിടത്തിലേക്ക് ഓടിയണഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് ഓർക്കാം, 1946 അൽഫോൺസാമ്മയോടൊപ്പം ജീവിച്ചിരുന്ന പ്രശസ്തരായ ഡോക്ടർമാരും അല്ലെങ്കിൽ അതിനേക്കാൾ സൗന്ദര്യമുള്ളവരും പ്രശസ്തരും അവരെല്ലാം മരണമടഞ്ഞ കബറിടങ്ങൾ ഇന്ന് ആരോരും അറിയാതെ എവിടെയോ മണ്ണടിഞ്ഞപ്പോൾ വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്ക് ഇന്നും അനേകർ ഓടിയെത്തുന്നതിൻ്റെ കാരണം അവരുടെ വിശുദ്ധിയാണ്. ജീവിതത്തിലെല്ലാം ആകാൻ, ഒരുപാട് വെട്ടിപ്പിടിക്കാൻ, ഒരുപാട് നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്ന നമ്മൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തെയും നമ്മളില്ലാത്ത ഈ ലോകത്തെയും കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ കബറിടത്തോട് ചേർത്ത് നിർത്തി ഒന്ന് ധ്യാനിച്ച് കുറേ കൂടെ വിശുദ്ധവും നിർമ്മലവുമായ നിയോഗശുദ്ധിയുള്ളൊരു ജീവിതമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.